ഹംഗറിയുടെ ഹൃദയത്തിലൂടെ ഡാന്യൂബ് നദിയിലൂടെ ബുദാപെസ്റ്റിന്റെ വിസ്മയ കാഴ്ചകൾ കാണാൻ ഒരു ബോട്ട് യാത്ര. ശേഷം നഗരത്തിന്റെ ഹൃദയത്തിലേക്ക് ഒരു വാക്കിംഗ് ടൂർ. ചരിത്രവും സൗന്ദര്യവും ഒരുമിക്കുന്ന നഗരത്തിൽ ഓരോ ചുവടിലും ഓരോ കഥ. എൻ്റെ ഹംഗറി വിസിറ്റിന്റെ പാർട്ട് 2. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴയിൽ നിന്നും. എൻ്റെ ബാൽക്കൺ യാത്രയെ ബന്ധപ്പെട്ട 14ാമത്തെ എപ്പിസോഡ്. എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിച്ച അതേ ഭാഗത്ത് തന്നെ നമുക്ക് വീണ്ടും തുടരാം. ഡാന്യൂബ് ക്രൂസിനായി ഞങ്ങൾ എല്ലാവരും നദിക്കരയിൽ എത്തി. പക്ഷേ ബോട്ടിൽ കയറാൻ ഇനിയും ഏകദേശം 1 മണിക്കൂർ സമയം ബാക്കിയുണ്ട്. അങ്ങനെ ആ കാത്തിരിപ്പിൻ്റെ ഓരോ നിമിഷവും ഞങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങി. മുന്നിൽ വിശാലമായി ഒഴുകുന്ന ഡാന്യൂബ് നദി, അതിൻ്റെ ഇരുകരകളിലും ചരിത്രവും വാസ്തുവിദ്യയും നിറഞ്ഞ ബുദാപെസ്റ്റ് നഗരത്തിൻ്റെ മനോഹര കാഴ്ചകൾ. ദൂരെ കാണുന്ന കെട്ടിടങ്ങളും നദിയിലൂടെ പതുക്കെ നീങ്ങുന്ന ക്രൂയിസ് ബോട്ടുകളും മറുവശത്ത് പച്ചപ്പണിഞ്ഞ ഗെല്ലറ്റ് കുന്നും എല്ലാം ചേർന്ന് ഒരു മനോഹരമായ ചിത്രത്തിന് മുന്നിൽ നിൽക്കുന്ന പ്രതീതി. പച്ചണിഞ്ഞ ഗില്ലറ്റ് കുന്നിൻ്റെ മുകളിൽ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന ആ സ്മാരകമാണ് ലിബർട്ടി സ്റ്റാച്യു. കയ്യിൽ ഉയർത്തിപ്പിടിച്ച ഈന്തപ്പന ഇലയുമായി ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ഈ പ്രതിമ ബുദാപെസ്റ്റിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു പ്രതീകമാണ്. ബുഡാപെസ്റ്റിനെ കരയിൽ നിന്നും കണ്ടു കഴിഞ്ഞു. ഇനി അതേ നഗരത്തെ നദിയിലൂടെ കാണാനുള്ള അവസരത്തിനാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത്. ഈ കാണുന്നതാണ് ചരിത്രപ്രസിദ്ധമായ ബുഡാ കാസിൽ. ഹംഗറിയിലെ രാജാക്കന്മാരുടെ പഴയ രാജകീയ വസതിയായിരുന്ന റോയൽ പാലസ്. ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിവരിച്ചിട്ടുണ്ടായിരുന്നുവല്ലോ. കരയിൽ നിന്നുള്ള ബുദാപെസ്റ്റിൻ്റെ മനോഹര കാഴ്ചകൾ ആസ്വദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാത്തിരുന്ന ആ നിമിഷം എത്തി. ഡാന്യൂബ് ക്രൂസിൽ കയറാനുള്ള സമയമായി. ഞങ്ങൾ 23 പേരും ആവേശത്തോടെ ബോട്ടിലേക്ക് കയറിയ ശേഷം ചുറ്റുമൊന്ന് നോക്കിയപ്പോഴാണ് രസകരമായ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങളുടെ 23 പേരെ കൂടാതെ മറ്റു രാജ്യത്തു നിന്നുള്ള 4 പേരടങ്ങുന്ന ഒരു ചെറിയ സംഘവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ. അങ്ങനെ നോക്കിയപ്പോൾ ഇതൊരു വലിയ തിരക്കേറിയ ക്രൂസ് ആയിരിക്കുമെന്ന് കരുതിയ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം മാറി. ഒരു വലിയ ബോട്ടിൽ ആകെ 27 യാത്രക്കാർ. തിരക്കില്ല, ബഹളമില്ല. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിരിക്കാം, ഇഷ്ടം പോലെ കാഴ്ചകൾ ആസ്വദിക്കാം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഡാന്യൂബ് നദിയിൽ മുഴുവൻ ഞങ്ങൾക്കായി ഒഴുകുന്നത് പോലെ തോന്നി. ഡാന്യൂബ് നദിയെ പതിയെ തഴുകിക്കൊണ്ട് ഞങ്ങളുടെ ക്രൂസ് പതിയെ മുന്നോട്ട് നീങ്ങുകയാണ്. ലക്ഷ്യം ബുദാപെസ്റ്റിൻ്റെ ഏറ്റവും പ്രശസ്തമായ കാഴ്ചകളിലൊന്നായ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ദിശയിലേക്ക്. പക്ഷേ അവിടെ എത്താൻ ഇനിയും കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഈ യാത്രയിൽ കാണുന്ന ഓരോ കാഴ്ചയും ഞങ്ങൾ പരമാവധി ആസ്വദിക്കുകയാണ്. ഡാന്യൂബിൻ്റെ കരയിരുകരകളുമായി നീണ്ടുകിടക്കുന്ന ബുദാപെസ്റ്റ് നഗരം വെള്ളത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യത്തിന് മറ്റൊരു ഭാവമാണ്. ഒരു വശത്ത് ചരിത്രമുറങ്ങുന്ന ബുഡാ കുന്നുകൾ, മറുവശത്ത് മനോഹരമായ കെട്ടിട നിരകളുമായി വിശാലമായി പരന്നു കിടക്കുന്ന പേസ്റ്റ് നഗരം. നദിക്കരയിലൂടെ കടന്നു പോകുമ്പോൾ റോഡുകളിൽ വാഹനങ്ങൾ പതിവ് പോലെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഡാന്യൂബിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ആ തിരക്കൊന്നും നമ്മളെ ബാധിക്കുന്നേയില്ല. നഗരത്തിൻ്റെ ശബ്ദങ്ങളിൽ നിന്നും അല്പം അകന്ന് വെള്ളത്തിൻ്റെ ചലനവും കാറ്റിൻ്റെ തണുപ്പും മാത്രം. അങ്ങനെ അതെല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു സുന്ദരമായ യാത്ര. ഇടയ്ക്കിടെ നദിയിലൂടെ കടന്നു പോകുന്ന ചെറിയ ബോട്ടുകൾ, അകലെ കാണുന്ന ക്രൂയിസ് കപ്പലുകൾ, കരയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നദിക്കരയിലെ മരങ്ങളും പഴയ കെട്ടിടങ്ങളും എല്ലാം ചേർന്ന് ഒരു സഞ്ചരിക്കുന്ന ചിത്രപടം പോലെയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. ബുഡാപെസ്റ്റിൻ്റെ പ്രത്യേകത തന്നെ ഇതാണ്. ഇവിടെ ചരിത്രവും ആധുനികതയും പരസ്പരം മത്സരിക്കാതെ കൈകോർത്താണ് മുന്നോട്ട് പോകുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾക്കിടയിലൂടെ ആധുനിക നഗരജീവിതം ഒഴുകുന്നു. അതിൻ്റെ നടുവിലൂടെ ഡാന്യൂബ് നദിയും. ക്രൂയിസ് പതുക്കെ മുന്നോട്ട് പോകുന്തോറും ഞങ്ങളുടെ ആകാംക്ഷയും കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ യാത്രയുടെ ഏറ്റവും വലിയ കാഴ്ചകളിലൊന്ന് ഇനി മുന്നിലുള്ളതാണ്. ഡാന്യൂബിൻ്റെ കരയിൽ നിന്നും നേരത്തെ കണ്ട ബുദാപെസ്റ്റ് ഇപ്പോൾ നദിയുടെ മധ്യത്തിൽ നിന്നും മറ്റൊരു രൂപത്തിൽ ഞങ്ങളെ മുന്നിൽ തുറക്കുകയാണ്. ഡാന്യൂബ് നദിയുടെ തീരത്ത് പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ഹംഗേറിയൻ പാർലമെൻറ്റ് മന്ദിരം, അതാണ് ഇത്. ബുദാപെസ്റ്റിൻ്റെ ഏറ്റവും പ്രശസ്തമായ അടയാളങ്ങളിൽ ഒന്നായ ഈ മഹത്തായ കെട്ടിടം ഡാന്യൂബിൻ്റെ മധ്യത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഭംഗി എത്രയോ മടങ്ങ് വലുതായി നമുക്ക് തോന്നുന്നു. ഗോത്തിക് റിവൈറൽ ശൈലിയും മറ്റു വാസ്തുശൈലികളും സവിശേഷതകളും സമന്വയിപ്പിച്ചാണ് ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രശസ്ത ഹംഗേറിയൻ വാസ്തുശില്പി ഇറേ സ്റ്റെയിൻഡൻ ആണ് ഇതിൻ്റെ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയത്. 1885 നിർമ്മാണം ആരംഭിച്ച ഇത് അതിമനോഹരമായ മന്ദിരം 1904 പൂർണ്ണമായും പൂർത്തിയായത്. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നത് ബുദാപെസ്റ്റിലെ പ്രശസ്തമായ മാർഗ്രറ്റ് ബ്രിഡ്ജിൻ്റെ അടിയിലൂടെയാണ്.
19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ പാലം ബുദാപെസ്റ്റിലെ ചരിത്രപ്രസിദ്ധമായ പാലങ്ങളിൽ ഒന്നാണ്. പ്രത്യേകതയുള്ള വളഞ്ഞ രൂപവും മനോഹരമായ ഇരുമ്പ് അലങ്കാരങ്ങളും പാലത്തിന്റെ തൂണുകളിൽ കാണുന്ന ശില്പങ്ങളും ഇതിന് ഒരു രാജകീയ ഭംഗി നൽകി. അങ്ങനെ ഡാന്യൂബ് നദിയിലൂടെ ബുദാപെസ്റ്റിന്റെ സൗന്ദര്യം ആസ്വദിച്ച ഞങ്ങൾ ക്രൂയിസ് യാത്രയും അവസാനിക്കുകയാണ്. ഏറെ മനോഹരമായ കാഴ്ചകളും മറക്കാനാവാത്ത അനുഭവങ്ങളും സമ്മാനിച്ച ഈ യാത്രയ്ക്ക് ശേഷം എല്ലാവരും പതിയെ ക്രൂസിൽ നിന്നും ഇറങ്ങിത്തുടങ്ങി. ഡാന്യൂബിനോട് തൽക്കാലത്തേക്ക് വിട പറഞ്ഞ് ഇനി ഞങ്ങളുടെ യാത്ര നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക്. ക്രൂസ് യാത്ര അവസാനിച്ചു. പക്ഷേ ബുഡാപെസ്റ്റ് യാത്രയ്ക്ക് ഇതോടെ അവസാനമാകുന്നില്ല. ഇനി തുടങ്ങിയാണ് നഗരത്തിന്റെ ഹൃദയത്തിലേക്കുള്ള ഞങ്ങളുടെ സിറ്റി വാക്കിംഗ് ടൂർ. ഇവിടെ നിന്ന് കുറച്ചു ദൂരം നടന്നാൽ തന്നെ ബുദാപെസ്റ്റിന്റെ തിരക്കേറിയ ടൗൺ ഏരിയയിൽ എത്താം. അതുകൊണ്ട് തന്നെ ഇനി വാഹനയാത്രയില്ല. നഗരത്തിന്റെ വഴികളിലൂടെ നടന്ന് കാണുന്ന മറ്റൊരു യാത്രയാണ് മുന്നിൽ. ഇതുവരെ ഡാന്യൂബ് നദിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് കണ്ട ബുദാപെസ്റ്റ് ഇനി അതിന്റെ തെരുവുകളിലൂടെ ചരിത്ര സ്മാരകങ്ങളുടെ അടുത്തൂടെ നടന്ന് ആസ്വദിക്കാം. ഇവിടുത്തെ തെരുവുകൾക്കൊരു പ്രത്യേകതയുണ്ട്. പഴയ യൂറോപ്യൻ വാസ്തുവിദ്യയുടെ സൗന്ദര്യവും നിറഞ്ഞ കെട്ടിടങ്ങൾക്കിടയിലൂടെ ആധുനിക നഗര ജീവിതവും അതിൻ്റെതായ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. വാഹനത്തിലിരുന്ന് കാണുന്ന നഗര കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമാണ് നടന്നു കാണുന്ന ഒരു നഗരം. ഓരോ തെരുവും അടുത്തറിയാം, ഓരോ കെട്ടിടത്തിൻ്റെയും ഭംഗി ആസ്വദിക്കാം, ഇടയ്ക്കൊന്ന് നിൽക്കാം, ചുറ്റും നോക്കാം, ക്യാമറയിൽ പകർത്താം. ഞങ്ങളുടെ 23 പേരടങ്ങുന്ന സംഘം അങ്ങനെ നഗരത്തിന്റെ തിരക്കിലൂടെ പതിയെ മുന്നോട്ട് നീങ്ങുകയാണ്. യാത്രാക്ഷീണമുണ്ടെങ്കിലും പുതിയ കാഴ്ചകൾ കാണാനുള്ള ആവേശത്തിന് അതിന് യാതൊരു തടസ്സവുമില്ല. അങ്ങനെ ബുദാപെസ്റ്റിലെ ഞങ്ങളുടെ യാത്രയും സിറ്റിംഗ് വാക്കിംഗ് ടൂറും പൂർത്തിയായി. ഇനി അടുത്ത യാത്രയ്ക്കായി ഞങ്ങളുടെ ബസ് എത്തണം. അതിന് കുറച്ച് സമയം എടുക്കുമെന്നതിനാൽ ഇത്രയും നേരം നടന്നും കാഴ്ചകൾ കണ്ടും ഉണ്ടായ ചെറിയ ക്ഷീണം മാറ്റാൻ എല്ലാവരും അവിടെ കുറച്ചു നേരം വിശ്രമിക്കാൻ ഇരുന്നു. തണൽ വിരിച്ച മരങ്ങളും ഇരിക്കാനുള്ള മനോഹരമായ ബെഞ്ചുകളും നിറഞ്ഞ ഈ സ്ഥലം അതിനായി തികച്ചും അനുയോജ്യമായിരുന്നു. യാത്രകളിൽ ഇത്തരം ചെറിയ ഇടവേളകൾക്കും വലിയ സന്തോഷമുണ്ട്. ചിലരൊക്കെ വിശ്രമിക്കുന്നു, ചിലർ പരസ്പരം സംസാരിക്കുന്നു, മറ്റു ചിലർ ഫോണിൽ യാത്രയിലെ ചിത്രങ്ങൾ നോക്കുന്നു. 23 പേരടങ്ങിയ ഞങ്ങളുടെ യാത്രാ സംഘത്തിൽ ഇത്രയും ദിവസത്തെ യാത്രയ്ക്കിടെ രൂപാന്തരപ്പെട്ട സൗഹൃദവും അടുപ്പവും ഈ ചെറിയ ഇടവേളയിലാണ് കൂടുതൽ അനുഭവപ്പെട്ടത്. കാഴ്ചകൾ കാണുന്നത് മാത്രമല്ല യാത്ര, ഒരുമിച്ച് ചിരിക്കുന്നതും സംസാരിക്കുന്നതും വഴികരിയിൽ ഇങ്ങനെ കുറച്ചു നേരം ഇരുന്ന് വിശ്രമിക്കുന്നതും ചെയ്യുന്നതും എല്ലാം യാത്രയുടെ മനോഹരമായ ഓർമ്മയുടെ ഭാഗങ്ങളാണ്. 23 പേരും ഒരുമിച്ച് യാത്ര ചെയ്താൽ ചരിത്ര സ്മാരകങ്ങൾ മാത്രമല്ല ഓർമ്മയിൽ ഉണ്ടാകുന്നത്. വഴിയരിയിലെ ഈ ചെറിയ ചെറിയ ചിരികളും തമാശകളും സൗഹൃദ നിമിഷങ്ങളും കൂടിയാണ് യാത്രയുടെ ഭാഗങ്ങളാകുന്നത്. ചില യാത്രയിൽ ഉള്ളവർ ചില പ്രത്യേക കഴിവുള്ളവരുകൂടിയായിരിക്കും. എവിടെ ഇരിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് പ്രത്യേക പരിശീലനമൊന്നും വേണ്ട. ബെഞ്ച് കണ്ടാൽ മതി, സ്ഥലം അവർ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കും. ബുഡാപെസ്റ്റിലെ ഇന്നത്തെ യാത്രയും കാഴ്ചകളും പൂർത്തിയാക്കി ഇനി എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചിന്ത, ഡിന്നർ. അതിനായി ഞങ്ങൾ എത്തിയത് വിരാസ പഞ്ചാബി ഹെവലി എന്ന മനോഹരമായ റെസ്റ്റോറൻറ്റിലാണ്. ഹംഗറിയുടെ തലസ്ഥാനമായ നഗരിയായ ബുദാപെസ്റ്റിൽ പഞ്ചാബിൻ്റെ തനത് പേരും ഭാവവും ഓർമ്മിപ്പിക്കുന്ന ഈ ഇടം ഒരു ചെറിയ കൗതുകമായിരുന്നു. ദിവസം മുഴുവൻ നടന്നും കാഴ്ചകൾ കണ്ടും ഡാന്യൂബ് നദിയിലൂടെ ക്രൂസ് ചെയ്തും ക്ഷീണിച്ച ഞങ്ങൾക്ക് ഇനി കുറച്ചു നേരം ഇരുന്ന് നല്ലൊരു ഭക്ഷണം ആസ്വദിക്കാനുള്ള സമയമാണ്. 23 പേരടങ്ങുന്ന ഞങ്ങളുടെ യാത്രാ സംഘം ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കുമ്പോൾ ഇന്നത്തെ യാത്രയിലെ അനുഭവങ്ങൾ വീണ്ടും സംസാര വിഷയമായി. ഒരു ദിവസത്തെ യാത്രയുടെ അവസാനത്തിൽ ഒരുമിച്ചിരുന്നുള്ള ഈ നല്ല ഭക്ഷണം, അതിനേക്കാൾ നല്ല ഒരു സമാപനമുണ്ടോ? നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത വിസ്മയമായിട്ടുള്ള കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ എത്തുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.